Hey guys, today we're going to do a dupatta upcycle video. ഇത് വളരെ പഴയ ടോപ്പിൻ്റെ ദുപ്പട്ടയായിരുന്നു. ദുപ്പട്ട അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു നല്ല ദുപ്പട്ട ആയതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും നല്ലൊരു ഹെവി ബോർഡറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ബോർഡർ തന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ദുപ്പട്ടയാണ് ഒബ്വിയസ്ലി ചെറിയ മെറ്റീരിയലേ ഉള്ളൂ. സോ ഒരു ഷോർട്ടായിട്ട് വരുന്നൊരു കുർത്തി പോലെ എന്തെങ്കിലും വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടോപ്പിൻ്റെ സൈസിൽ ഒരു കുർത്തി പോലെ വരുന്ന രീതിയിൽ ആ ഒരു ബോർഡർ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പോർഷൻ കൊണ്ട് ഒരു ടോപ്പ് അടിക്കുക കേട്ടോ. ടോപ്പിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തു, ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഒരു നോർമൽ ബേസിക് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മെഷർമെൻ്റായിട്ട് ആവശ്യം വരുന്നത്. അതായത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അത്ര എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ ദുപ്പട്ടയ്ക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പം ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് കൂടെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, സീം അലവൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു സൈസിലേക്ക് ആക്കിയത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ബോർഡർ നമുക്ക് യൂസ് ചെയ്യണ്ടേ. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ബോർഡർ നമ്മൾ സൈഡിലോ ഒരു ടോപ്പിൻ്റെ താഴെയൊക്കെ കൊടുത്താൽ അത്രയ്ക്ക് അതിന് അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ആ പോർഷനിലേക്ക് വരുന്ന രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതായത് ഈ ഒരു പോർഷനിൽ. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ തൊട്ടിട്ട് ആം ഹോളിൻ്റെ അവിടെ വരെ വരുന്ന രീതിയിൽ ഒരു പാറ്റേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സ്കാലപ്പ് പോലെ, അതായത് ഒരു റാ ഷേപ്പില്ലേ, സ്കാലപ്പ് പോലെ വരുന്ന രീതിയിൽ ഞാനത് വരച്ചെടുത്തു. ആദ്യം ഒരു പേപ്പർ വെച്ചിട്ട് ഈ രീതിയിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പേപ്പറിലേക്ക് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാക്സിമം മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ്സ് അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഫസ്റ്റ് നിങ്ങളൊരു പേപ്പറിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ആദ്യം ഒരു നെക്കിൻ്റെ നെക്കൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സ്കാലപ്പ് പോർഷൻ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടാൽ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരിക്കുമെന്ന്. സോ ഞാൻ ആ ഒരു സ്കാലപ്പ് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് അങ്ങനെ നെക്ക് കൂടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ആ മെയിൻ ക്ലോത്തിൻ്റെ ഒപ്പം ഞാൻ ഒരു ലൈനിങ് പോലെ വരുന്ന രീതിയിൽ ആ ഒരു ടോപ്പിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ബാലൻസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ശരിക്ക് ഡ്രോ ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് നമ്മളെ ഇതിപ്പോൾ അത് ലൈനിങ്ങും അതിൻ്റെ മെയിൻ ഫാബ്രിക്കുമാണ് വരുന്നത്. എന്നിട്ട് ആ മെയിൻ ഫാബ്രിക്കിൻ്റെ അവിടെ നമ്മൾ ഈ ലൈനിങ് പീസിലാണ് ആ ഒരു പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിടുന്ന രീതിയിൽ, അതായത് അത് ഉള്ളിൽ നിന്ന് ആ ക്ലോത്ത് പുറത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്താലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നുണ്ടാവുക. സോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് മെയിൻ മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനുണ്ട്. ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാനത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് സൈഡ് ഫുള്ളായിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളത് തിരിച്ച് ഇടുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം അതിൻ്റെ അടുത്തുകൂടെ വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മെറ്റീരിയൽ മേലെ കൂടെ വരുന്ന രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലേക്കാണ് ഞാനത് ആ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? ഒരു സാധാരണ നോർമൽ ഒരു കുർത്ത ടോപ്പ് വരുന്ന രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.